ആയിരക്കണക്കിന് മനുഷ്യർ ഇന്നും ജീവിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെ പോയപ്പോ എനിക്കത് ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരണം. അത് കൊണ്ടുവരണമെങ്കിൽ എന്റെ റീച്ചിലുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ശ്രീ സുരേഷ് ഗോപിയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സുരേഷ് ഏട്ടാ ഒരു 2 ദിവസം വയനാടിന് വേണ്ടി തരണം എന്ന് പറഞ്ഞു. എന്നാൽ ദേ പിടിച്ചോ 3 ദിവസം. അങ്ങനെ 3 ദിവസത്തേക്ക് അദ്ദേഹം വയനാട് സന്ദർശനത്തിന് വേണ്ടി വന്നു. അപ്പൊ അദ്ദേഹത്തെ അവിടുത്തെ ധാരാളം കോളനികളിൽ, ആദിവാസി കോളനികളിൽ കൊണ്ടുപോയി. അപ്പൊ അവിടെ ഒരു കോളനി പോയ സമയത്ത് അതൊരു എന്റെ മനസ്സിൽ പതിഞ്ഞൊരു സംഭവമാണ്. ആ കോളനിയിലെ ചെറുപ്പക്കാർ എണീറ്റ് പറഞ്ഞു, സുരേഷ് ഒരു കുറെ ദൂരം ഒരു കിണറുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വെള്ളം എത്തിക്കാൻ സംവിധാനമില്ല. ഞങ്ങളുടെ അമ്മമാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ വരുന്നത്. എല്ലാവരും പരാതി പറയാണ്. സുരേഷ് ഏട്ടനെ സംബന്ധിച്ചോളം സുരേഷ് ഏട്ടന്റെ ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സുരേഷ് ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, നമുക്ക് അവിടെ 2 പമ്പ് കൊടുത്താൽ, ഈ സംവിധാനം ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇത് വർക്കെല്ലാം ചെയ്ത് വെള്ളം എത്തിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അവര് ചെയ്യാം, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ വേണ്ടിയിട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് അതിന്റെ പമ്പിനും അതുപോലെ അതിന്റെ പ്ലംബിങ്ങിനുള്ള പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉടനെ മൈക്കെടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് ഇന്ന് തന്നെ ഈ വർക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കുമെന്ന് വെച്ചപ്പോ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഞങ്ങൾ ഇന്ന് തന്നെ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ ഇന്ന് രാത്രി ശ്രീ സുരേഷ് ഗോപി എത്ര വൈകിട്ടാണെങ്കിലും ഇത് അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞു. രാവിലെ അത് പറഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ അക്കൗണ്ടിലേക്ക് ശ്രീ ഗോകുൽ സുരേഷ് ലക്ഷ്മി മോളുടെ പേരിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് ആ പമ്പിന് മുഴുവൻ ആവശ്യമുള്ള പൈസയും അരമണിക്കൂറിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അന്ന് രാത്രി തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ 7 പതിറ്റാണ്ടിന് ശേഷവും കുടിവെള്ളം നിഷേധിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് ശ്രീ സുരേഷ് ഗോപി മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ കുടിവെള്ളം എത്തിച്ചു കൊടുത്തതിന്റെ ദൃക്സാക്ഷിയായിരുന്നു ഞാൻ. വയനാടിന് വേണ്ടി വലിയ നന്ദി. കേരളത്തിലെ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മുഴുവൻ മനുഷ്യർക്കും വേണ്ടി ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ കൈൻഡ് വേർഡ്സ് ആസ് വെൽ. സ്വാതന്ത്ര്യം കിട്ടിയ 7 പതിറ്റാണ്ടിന് ശേഷവും കുടിവെള്ളം നിഷേധിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് ശ്രീ സുരേഷ് ഗോപി മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ കുടിവെള്ളം എത്തിച്ചു കൊടുത്തതിന്റെ ദൃക്സാക്ഷിയായിരുന്നു ഞാൻ. ആദ്യം